ഈദ് മുബാറക് ഗായ്സ്. പെരുന്നാളായിട്ട് നിങ്ങൾക്ക് എന്താ വിശേഷം? രാവിലെ എണീറ്റാൽ ഇവളെ ചെന്ന് നോക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴേക്കും യാസി ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ ഇത്തവണത്തെ പെരുന്നാളിന് മട്ടൻ കറി യാസിയുടെ വകയാണ്. മട്ടൻ കറിയും ഉറട്ടിയൊക്കെ കൂട്ടി ഒന്നിച്ചിരുന്ന് രാവിലത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചു. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉമ്മാരവിടെ നിന്നായിരുന്നു ഫുഡ്. ബീഫ് ബിരിയാണി ആയിരുന്നു. എല്ലാ പെരുന്നാളിനും ഏതെങ്കിലും ഒരു നേരം ഉമ്മാരടുത്തായിരിക്കും. പെരുന്നാളാകുമ്പോഴേക്കും എല്ലാവരുടെ ഫ്രിഡ്ജും ബീഫ് കൊണ്ട് നിറയും. ഇപ്പോഴാണ് ഓർത്തത് ഉമ്മ വെച്ച ബിരിയാണി നോക്കിയില്ലല്ലോ. ചെന്ന് തുറന്നപ്പോഴത്തേക്കും ആ എസൻസിൻ്റെ മണം അങ്ങ് മൂക്കി കയറി. പിന്നെ ഒന്നിച്ചിരുന്നുള്ള ഫുഡ്. പെരുന്നാളെന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒത്തൊരുമ. ആ ദിവസം വീട്ടിലെല്ലാവരും കാണും. ഒന്നിച്ച് ഫുഡ് വെക്കുക, ഒന്നിച്ച് ഫുഡ് കഴിക്കുക, ഒന്നിച്ചിരുന്ന് വർത്താനം പറയുക, അങ്ങനെ ഓരോ സന്തോഷങ്ങൾ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം നേരെ ഒരുങ്ങി വർക്കല പോയി. അവിടെയുള്ള ആലിയിറക്കം ബീച്ചിലാണ് പോയത്. ഇവിടെ വെച്ചായിരുന്നു നമ്മുടെ കല്യാണത്തിന് സേവ് ദ ഡേറ്റ് എടുത്തത്. അന്ന് ഇവിടെ വലിയ തിരക്കേ ഇല്ലായിരുന്നു, ആകെ നമ്മൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് വലിയ ബീച്ചായി. പറഞ്ഞു വരുമ്പോൾ ഒരു 2 വർഷം മുമ്പാണ് കേട്ടോ. പിന്നെ ഇതാണ് സുഹാനായും കൊച്ചാപ്പായും. അങ്ങനെ അവിടെ കുറേ സമയം ഒന്നിച്ച് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെല്ലാം നേരെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. അങ്ങനെ ആ പെരുന്നാളും അവസാനിച്ചു.